വീഡിയോ എടുക്കുന്നേരം ചില പണിയിട്ടില്ലേ, അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന്. 2 വലിയ തക്കാളി അല്ലെങ്കിൽ ഒരു 5 കുഞ്ഞു തക്കാളി ചേർത്ത് ഇതിൻ്റെ തണ്ട് വശം ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കുന്ന അരച്ചെടുക്കണം. ഇത് മാറ്റി വെക്കേണ്ട ഇനിയല്ല പണി. മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി പൂത്തിരി പോലെ പുറത്തോട്ട് വന്നു. മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. എന്നിരുന്നാലും ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തപ്പോൾ ഈ പരുവത്തിൽ കിട്ടി. ഇന്നത് കുക്കിംഗ് ഇതും കൊണ്ടാവട്ടെ. ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കി എടുക്കാം. പാത്രത്തിലെ വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. 5 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസുള്ള 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതുപോലെ ഒന്ന് ഒതുക്കി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പും 3/4 ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനിടയിൽ ഉപ്പ് എരിവൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് ഒന്ന് നോക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റി കിട്ടുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലും ചേർത്ത് ഇളക്കി വേവിച്ച മുട്ടയും കൂടി വെച്ചിട്ട് മസാലയൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിപൊളി മുട്ട റോസ്റ്റ് റെഡി. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അബദ്ധമൊക്കെ പറ്റാറുണ്ടോ? ആപ്പത്തിനോട് ചപ്പാത്തിനോട് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ?